കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ മാത്രമല്ലാതെ യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നില്ല. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം യേശുവിലുള്ള വിശ്വാസത്താൽ ആരംഭിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. അപ്പോൾ ഈ വചനം കടക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു വാക്യം അപ്പോസ്തലൻ പൗലോസിന് മാത്രമല്ല അത് ചേർന്ന് വരുന്നത്. ഓരോ വിശ്വാസികൾക്കും, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച ഓരോ വിശ്വാസികൾക്കും ഈ വചനം നിർബന്ധമായിട്ടും ചേരുമെന്ന് ഞാൻ പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കൂടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ആശകൾ, നമ്മുടെ പരുവകൾ, നമ്മുടെ ചെയ്കൾ എല്ലാം കർത്താവിൻ്റെ ക്രൂശിക്കപ്പെട്ടിട്ട് അവൻ്റെ ഹിതപ്രകാരം നമ്മുടെ ആശകൾക്കപ്പുറം ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് നാം ജീവിക്കുമ്പോൾ, കർത്താവിനുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ ചേരുകയാണ്. അപ്പോൾ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കർത്താവിലുള്ള ആ ഒരു ചിന്ത, ആ ഒരു ഭാവം, ആ ഒരു സൗമ്യത, അതെല്ലാം നമ്മൾ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ജഡപ്രവർത്തികൾ അഴിച്ചുകൊണ്ട് ക്രിസ്തുവിൽ കൂടെ നാം ജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ നാം എത്തണമെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ ക്രൂശിക്കപ്പെട്ടതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് പ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല എന്ന് നാം ഓരോ ക്രിസ്ത്യാനികളും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണ് എൻ്റെ പ്രിയ ദൈവമക്കളെ. ആയതുകൊണ്ട് കർത്താവിൽ ഇനി നമുക്ക് തരുന്ന ജീവിതത്തിൻ്റെ ശേഷിച്ച സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ എങ്ങനെ ഇരുന്നു എന്നല്ല, ഇനി നാം ജീവിക്കുന്ന ജീവിതം, നാം ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അത് ക്രിസ്തുവിൽ ഉള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന് അത് ഇഷ്ടമാണോ എന്നുള്ള ആ ഒരു നോട്ടത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തികളെല്ലാം. അപ്പോൾ നമുക്കും അവനോടുകൂടെ ആ മഹത്വ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഭാവം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവെ നോട്ടങ്ങളായാലും, നമ്മുടെ നാം പറയുന്നതായാലും, നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളായാലും കർത്താവെ എല്ലാം ഞങ്ങളുടെ അവയവങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതായി, കർത്താവെ നിൻ്റെ ചിന്ത തന്നെ ഞങ്ങളിലും വന്ന് ഞങ്ങൾ കർത്താവെ നിൻ്റെ കൃപ കൊണ്ട്, നിന്നിൽ ആശ്രയിച്ചു കൊണ്ട് മുമ്പോട്ട് ജീവിച്ച് നിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ നിൻ്റെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.